الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ما بعد فان خير الكلام كلام الله فان خير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم بعباد الله واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹുവിൻ്റെ നിയമവിധികൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മുസ്ലിമായ വ്യക്തിയെ തൻ്റെ ഒരു സുഹൃത്ത്, ആ മുസ്ലിം സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ സൽക്കാരത്തിന് ക്ഷണിക്കുന്നു. ആ മുസ്ലിം സുഹൃത്ത് തൻ്റെ ഭാര്യയുമൊത്ത് ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകും. അവിടെ ആ സദസ്സിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളായ ഈ മുസ്ലിം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേഷവിധാനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വ്യത്യസ്തരായാണ് ആ സദസ്സുകൾ. കാഴ്ചയിൽ ഈ മുസ്ലിം കുടുംബം വളരെ കൃത്യമായി വേറിട്ട് തന്നെ നിന്നു. അവിടെ പ്രത്യേകമായ തയ്യാറാക്കിയ വധൂവരന്മാർക്ക് വേണ്ടി ഏർപ്പാടാക്കിയ സ്ഥലത്ത് നിന്ന് അവിടെ കൂടിയ ഓരോ ആളുകളും വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അവരൊക്കെ തന്നെ വധൂവരന്മാർക്ക് പരസ്പരം മുസാഫഹത്ത് നൽകി എന്ന് പറഞ്ഞാൽ കൈ കൊടുത്തുകൊണ്ടാണ് ആശംസ അർപ്പിക്കുന്നത്. ആ മുസ്ലിമായ വ്യക്തി അവിടെ കയറി ചെല്ലുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വരന് മാത്രം കൈ കൊടുക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വധുവിന് മാത്രം കൈ കൊടുക്കുന്നു. ആശംസകൾ താഴെ വളരെ കൃത്യമായി സ്വഭാവത്തിലും അതുപോലെ തന്നെ പെരുമാറ്റങ്ങളിലും വേഷവിധാനങ്ങളിലൊക്കെ പൂർണ്ണമായ വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് തന്നെ ആ കുടുംബം അവിടെയുള്ള ആളുകളുമായി വളരെ ഊഷ്മളമായ സൗഹൃദങ്ങൾ പങ്കിടുകയും അതുപോലെ തന്നെ അവരുമായി സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മളത് ആലോചിച്ചു, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു രംഗത്ത് നാം ആണെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുമായി ഇടപഴകുവാൻ നമുക്ക് കഴിയുമോ എന്ന് നാം ആലോചിക്കേണ്ടത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തെ മതേതര സമൂഹമാണ്. വിവിധങ്ങളായ മതവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഇടപെടുന്ന മേഖലകൾ ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അമുസ്ലിങ്ങളായിരുന്നു. അവിടെയൊക്കെ തന്നെ അവരുമായി ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുകയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ അവരെ സഹായിക്കുകയും സാമൂഹ്യമായ മേഖലകളിൽ വളരെ കൃത്യമായി തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ സാംസ്കാരികമായി ഒരു മുസ്ലിമിന്റെ സംസ്കാരം ഏത് രീതിയിലായിരിക്കണമോ
ആ രീതിയിൽ അത് സംരക്ഷിക്കപ്പെടുകയും അങ്ങനെ ആളുകളുമായി വർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് നാം തിരിച്ചറിയുന്നത്. പലപ്പോഴും തൻ്റെ വേഷം, അതുപോലെ തന്നെ തൻ്റെ ആചാരങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ അത് വളരെ കൃത്യമായി ആഴത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള അപമാനീകരണം അത്തരത്തിലുള്ള സദസ്സുകൾ ചെല്ലുന്ന സന്ദർഭത്തിൽ അനുഭവപ്പെട്ടേക്കാം. വളരെ കൃത്യമായി ആഴത്തിലുള്ള വിശ്വാസവും ബോധ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാകുകയില്ല. അവിടെ വളരെ കൃത്യമായി ഏത് രീതിയിൽ ഇടപെടണം എന്ന് അയാൾക്കറിയാം. അതോടൊപ്പം തന്നെ തൻ്റെ വ്യക്തിത്വം ഏത് രീതിയിൽ കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹത്തിന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഈ സംസ്കാരത്തെ കുറിച്ച് വളരെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. സിബഗത്തുള്ള അള്ളാഹുവിന്റെ വർണ്ണം, അള്ളാഹുവിന്റെ ഛായ എന്ന രീതിയിലാണ് അതിനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. വമൻ അഹ്സനു സിബഗ മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കൂടുതൽ വളരെ കൃത്യമായ വർണ്ണം, സംസ്കാരം നൽകുന്ന മറ്റാരാളുള്ളത്? എല്ലാം ഞങ്ങൾ മുഴുവനായി ആ രക്ഷിതാവിനെ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് വിശ്വാസികൾ അതിന്റെ അവസാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഏത് സദസ്സിൽ ഏത് സന്ദർഭത്തിലാണെങ്കിലും തന്റെ സംസ്കാരം വളരെ കൃത്യമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആവശ്യമായ ഇടപെടലുകൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപെടുമ്പോഴാണ് അവന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് പുറത്തു വന്ന്, തന്റെ ആദർശത്തിൽ നിന്ന് പുറത്തു വന്ന് മറ്റൊരു രീതിയിൽ പെരുമാറുന്ന സന്ദർഭത്തിൽ അവിടെ യഥാർത്ഥത്തിൽ അതിന്റെ ആന്തരികമായ സൗന്ദര്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാ ഇസങ്ങൾക്കും, അത് എല്ലാ ചിന്താഗതികളും, നമ്മുടെ നാട്ടിൽ മതപരമായ വ്യത്യസ്തമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. മതേതരം എന്ന് പറഞ്ഞ് മതം ഉൾക്കൊള്ളാത്ത രാഷ്ട്രീയ ആശയങ്ങളുണ്ട്. അതല്ലാത്ത മറ്റു ഒരുപാട് ആശയങ്ങൾ. അവിടെയൊക്കെ തന്നെ ഏത് തരത്തിലുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു സംസ്കാരം നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലിബറൽ ആശയങ്ങളിലേക്ക് വളരെയധികം ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ലിബറൽ ആശയം എന്ന് പറഞ്ഞാൽ മതപരമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നത്, അല്ലെങ്കിൽ മതപരമായ സംസ്കാരം വെച്ച് പുലർത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട വേഷവിധാനങ്ങൾ, ആചാരങ്ങൾ, ചിന്താഗതികളൊക്കെ തന്നെ പഴഞ്ചനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ വളരെ കൃത്യമായി തന്റെ ആശയവും ആദർശവും അതിനനുസൃതമായ സംസ്കാരവും പ്രകടമായി തന്നെ പ്രകടിപ്പിക്കുകയും അത് വളരെ കൃത്യമായ ബോധ്യത്തോടെ മറ്റുള്ളവരെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള അപകർഷതാബോധവും അനുഭവിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കരുത്തുള്ള വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഇസ്ലാം ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ തീർത്തും അനിസ്ലാമികമാണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ട കാര്യമാണ്, നമുക്കറിയാം. എന്നാൽ ആഘോഷങ്ങൾ, ആസ്വാദനങ്ങൾ, കളികൾ, തമാശകൾ അതൊക്കെ മതത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ തന്നെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ ആഘോഷങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും ഒക്കെ തന്നെ ഇസ്ലാമിൻ്റെതായ ഒരു സംസ്കാരമുണ്ട് എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ കവിതകൾക്കും അതുപോലെ തന്നെ കവികൾക്കും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കവി അരങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ സിനിമകൾക്കുള്ളതുപോലെയുള്ള സ്വാധീനം ആ കാലഘട്ടത്തിൽ കവിതകൾക്കുണ്ടായിരുന്നു. കവിതകൾ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ വലിയ സമൂഹം ഒരുമിച്ച് കൂടപ്പെടുകയും വലിയ ആഹ്ലാദമായി അല്ലെങ്കിൽ ആഘോഷമായിട്ടാണ് അത്തരം സദസ്സുകൾ കാണപ്പെട്ടിരുന്നത്. ആ സദസ്സുകളിൽ അശ്ലീലമായ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും കവിതകൾ പല ആളുകളെയും ആക്ഷേപിക്കുന്നതാകാം, ചില കുടുംബങ്ങളെ അല്ലെങ്കിൽ ഗോത്രങ്ങളെ ആക്ഷേപിക്കുന്നതായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ അത്തരത്തിലുള്ള ആക്ഷേപകാവ്യങ്ങൾ. അറബിയിലുള്ള ഒരു കവിത, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കവിതാപരമായി കവിതകൾ പരസ്പരം ആലപിച്ചുകൊണ്ടുള്ള ഒരു മത്സരത്തിൽ ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെ അപമാനിക്കുന്ന സന്ദർഭത്തിൽ മറ്റു കുടുംബം പരാമർശിക്കുന്നത്, ഈ കുടുംബത്തെ കുറിച്ച് പറയുന്നത്, ഈ കുടുംബം വളരെയധികം മോശമാണ്, അതിഥികളെ ഒരിക്കലും ആദരിക്കുകയില്ല, ബഹുമാനിക്കുകയില്ല. ഏതുവരെ അതിഥികൾ വരുന്നത് കണ്ടാൽ തന്റെ മാതാവിനോട് അടുപ്പിൽ മൂത്രമൊഴിക്കാൻ കൽപ്പിക്കുമെന്ന് കവിതയിലൂടെ പാടുന്ന വരികൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആക്ഷേപ കവികൾ, അതുപോലെ തന്നെ അശ്ലീലതകളിൽ അറിഞ്ഞ മറ്റു തരത്തിലുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന കവിതകളൊക്കെ ഉണ്ടായി. ഇവിടെ ഇസ്ലാം സ്വീകരിച്ച ഒരു നിലപാട് അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ആശയം എന്ന് പറഞ്ഞാൽ, കവിത എന്ന് പറഞ്ഞാൽ ഒരു ആശയം പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമായിരുന്നു.
അതിനെ ഒരിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയില്ല. എന്നാൽ ഇസ്ലാമിക സംസ്കാരത്തിന് യോജിക്കാത്ത അർദ്ധനഗ്നകളായ സ്ത്രീകൾ അവിടെ നൃത്തമാടുന്നതും അതുപോലെയുള്ള പരിപാടികൾ ഇസ്ലാം അതിനെ ഒഴിവാക്കുകയും മനോഹരമായ കവിതകൾ മുസ്ലിങ്ങളിൽ നിന്ന് രചിക്കപ്പെടുകയും ചെയ്ത കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരനായ നബിയുടെ കവി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കവിതകൾ രചിക്കുന്നതിനും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആശയങ്ങൾ അതിലൂടെ ആളുകൾക്ക് എത്തിക്കുന്നതിനും പ്രോത്സാഹനം നൽകിയതായി ചരിത്ര സംഭവങ്ങളും മറ്റും നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആഘോഷങ്ങൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആഹ്ലാദങ്ങൾ ഒരിക്കലും അതിനെ കംപ്ലീറ്റ്ലി വിഭാവനം ചെയ്യുന്ന ഒഴിവാക്കുന്ന സമീപനമല്ല ഇസ്ലാം സ്വീകരിച്ചത്. മറിച്ച് അത് നിലനിർത്തുകയും അതോടൊപ്പം തന്നെ അതിൽ ഇസ്ലാമിക സംസ്കാരം എന്താണ് അത് അതിലൂടെ നടപ്പാക്കാനുള്ള ശ്രമവുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ആൺപെൺ ബന്ധത്തിൽ വളരെയധികം വ്യാപകമായ ഇടപെടലുകൾ നടക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമാഗതമാകുന്ന ഒരു ഘട്ടം. പല നിലക്കും പുരുഷന്മാരും സ്ത്രീകളും ഇടപെടുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യേണ്ട അനിവാര്യതകളുണ്ട്. അവിടെയൊക്കെ തന്നെ വളരെ കൃത്യമായി ഒരു മുസ്ലിമിന്റെ സംസ്കാരം എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാതിരിക്കുന്നില്ല. തീർച്ചയായും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും: വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികളും വിശ്വാസികളും അവർ പരസ്പരം സഹായികളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ സദാചാരം കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ, അതുപോലെ തന്നെ ദുരാചാരത്തെ എതിർക്കുകയും വിരോധിക്കുകയും ചെയ്യും. വയുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നു. വയുഊതൂന സക്കാത്ത്, അതുപോലെ തന്നെ സക്കാത്ത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. വയുതീഊന അല്ലാഹു റസൂലഹു, അല്ലാഹുവിനെ അവന്റെ പ്രവാചകനെ അവർ അനുസരിക്കുകയും ചെയ്യും. ഉലൈക സയർഹമുല്ലാഹ്, അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ കരുണ ലഭിക്കും. ഇന്നല്ലാഹ അസീസുൻ ഹകീം, തീർച്ചയായും അല്ലാഹു പ്രതാപശാലിയും യുക്തിമാണ്. ഇവിടെ ഒരുപാട് വിശേഷണങ്ങൾ ഈ വിശ്വാസികളെയും അതുപോലെ തന്നെ വിശ്വാസികളെയും പരാമർശിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്മ, സദാചാരങ്ങൾ കൽപ്പിക്കുകയും ദുരാചാരത്തെ വിരോധിക്കുകയും ചെയ്യും. അവിടെ അത് പുരുഷന്റെ മാത്രം ബാധ്യതയായല്ല, മറിച്ച് സ്ത്രീയുടെ കൂടി ബാധ്യതയായി വിശുദ്ധ ഖുർആൻ പറയും. ഇങ്ങനെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കാവുന്നതാണ് എന്ന് വളരെ കൃത്യമായി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അവിടെ സ്ത്രീ പുരുഷന്മാർ ഇടപെടുന്ന സന്ദർഭത്തിൽ നേരത്തെ നാം പറഞ്ഞ കാഴ്ചപ്പാടനുസരിച്ച്, ലിബറൽ ചിന്താഗതി അനുസരിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ പോലെ തന്നെ, അല്ലെങ്കിൽ പുരുഷന്റെ ഏത് രീതിയിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു അതേ രീതിയിൽ തന്നെ പ്രത്യേക വേഷവിധാനങ്ങൾ പ്രത്യേകമായ ചുറ്റുപാടുകളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കാം എന്ന ചിന്താഗതിയിലേക്കാണ് കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ആൺ പെൺ ഇടപെടലുകൾ അതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്നാൽ വളരെ കൃത്യമായ ചില നിബന്ധനകൾ അവിടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി, ആൺ പെൺ ഇടപെടലുകളിൽ അവരുടെ വേഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ വളരെ കൃത്യമായി അവരുടേതായ ഭാഗധേയം നിർണ്ണയിക്കുവാനും അതിൽ പങ്കുകൊള്ളുവാനും അതിനാവശ്യമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുവാനൊക്കെയുള്ള അനുവാദം നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ വേഷം വളരെ കൃത്യമായിരിക്കണം. ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിലായിരിക്കണം അവർ സമൂഹത്തിൽ ഇറങ്ങിപ്പുറപ്പെടുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ചിന്താഗതി ഉണർത്തുന്നതിൽ കാഴ്ചക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ വളരെ കൃത്യമായി ഇസ്ലാം കൽപ്പിക്കുന്നു അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച്. വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലൂടെയും നമ്മൾ അതൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അവരുടെ ശരീരഭാഗങ്ങൾ മറച്ചുകൊള്ളട്ടെ, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ വളരെ കൃത്യമായി മറക്കപ്പെടണമെന്ന് വിശുദ്ധ ഖുർആനിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവർ അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരുടെ മാർവിടത്തിലേക്ക് താഴ്ത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ എന്തിനാണ് എന്ന് കൂടി പറയുന്നത്? അവർ തിരിച്ചറിയുവാനും അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടാതിരിക്കുവാനും വേണ്ടി എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ അയാളുടെ ലൈംഗിക ഉത്തേജനം സാധ്യമാക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങൾ അത് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ വേഷവിധാനം വളരെ കൃത്യമായിരിക്കണം. അതോടൊപ്പം തന്നെ പുരുഷനും ഇസ്ലാമിക കൾച്ചറിന് വിരുദ്ധമായ ഇസ്ലാമിക സംസ്കാരത്തിന് യോജിക്കാത്ത വേഷവിധാനങ്ങളുമായി സമൂഹത്തിൽ ഇറങ്ങുന്ന ഒരു
സ്വഭാവവും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. ഒന്നാമതായി നാം തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്: വേഷവിധാനത്തിൽ ഇസ്ലാമികമായ ഈ സംസ്കാരം ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോട്ടം. ഒരു സ്ത്രീയെ കുറിച്ച്, അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ച്, സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട്, പുരുഷന്മാരെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. കുല്ലിൽ മുഅ്മിനീന യഖുദ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. വിശ്വാസികളോട് താങ്കൾ പറയുക, അവർ അവരുടെ കാഴ്ചകൾ, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ അവരുടെ മുഖഭാവങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തുകൊള്ളട്ടെ. അതാണ് അവർക്ക് ഏറ്റവും സംസ്കരണീയമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ. നിങ്ങൾ അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നു. തുടർന്നുകൊണ്ട് പറയുന്നത് വിശ്വാസിനികളായ സ്ത്രീകളോടാണ്. വകുല്ലിൽ മുഅ്മിനാതി യഗ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ. അപ്രകാരം തന്നെ സ്ത്രീകളോട് താങ്കൾ പറയുക, അവരോട് കൽപ്പിക്കുക, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തിക്കൊള്ളട്ടെ, വയഹ്ഫദന ഫുറൂജഹുന്ന, അവരുടെ മുഖഭാവങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തുകൊള്ളട്ടെ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, അവരുടെ സൗന്ദര്യത്തിൽ നിന്ന് പ്രകടമായതൊഴികെ ഒരിക്കലും അവർ വെളിവാക്കരുത്. എന്നിട്ട് ആരുടെ മുമ്പിൽ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാം എന്ന് തുടർന്നുകൊണ്ട് പറയും. ഇവിടെ സ്ത്രീയോടും പുരുഷന്മാരോടും പ്രത്യേകമായ ദൃഷ്ടികൾ, കാഴ്ചകൾ, അത് ഏത് രീതിയിലായിരിക്കണം എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇടപഴകുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോട്ടം അത് തെറ്റായ രീതിയിൽ, തെറ്റായ ചിന്താഗതികൾ മറ്റൊരാൾക്ക് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു നോട്ടം ഒരിക്കലും അവിടെ നിന്ന് ഉണ്ടാവരുത് എന്നുള്ളത് വളരെ കൃത്യമായി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ മൂന്നാമതായി സംസാരത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന, കേട്ടുവരുന്ന ഒരു കാര്യമാണ് വളരെ പവിത്രമായ, നല്ല രീതിയിൽ മതപരമായ ചിന്തകളോട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്നോ പെൺകുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകൾ തന്നെ മറ്റുള്ളവരോടൊപ്പം ഒളിച്ചോടുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ജീവിക്കാൻ സന്നദ്ധമാവുകയോ ചെയ്യുന്ന വാർത്തകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആദിയുള്ള, വളരെ അധികം വിഷമിപ്പിക്കുന്ന ചിന്താഗതിയുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു സുപ്രഭാതത്തിൽ ഒറ്റക്കാഴ്ചയിൽ അത് സംഭവിച്ചതല്ലല്ലോ, മറിച്ച് സംസാരം അതിൽ വളരെ വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ആവശ്യമായ കാര്യം. നേരത്തെ നാം പറയുകയുണ്ടായി, ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സംസാരിക്കേണ്ടി വരും. ആ സംസാരം ഒഴിവാക്കാൻ പറ്റാത്തതാവും. ഇവർ ഇടപെടുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു തീർക്കേണ്ട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട, പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുകയും. പക്ഷെ അത്തരത്തിലുള്ള കൂടിയാലോചനകൾ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ ചർച്ചകൾ മാത്രമായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള തമാശകളിലേക്ക് അല്ലെങ്കിൽ മറ്റു രീതികളിലേക്ക് അത് വഴിമാറുന്ന സന്ദർഭത്തിൽ ആ സംസാരം അപകടകരമായി പോകാനുള്ള സാധ്യതയുണ്ട്. ചില സന്ദർഭത്തിൽ ചില രോഗങ്ങൾ ചില മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ സ്ത്രീകൾക്കാകാം, പുരുഷനാകാം. അങ്ങനെയുള്ള രോഗാതുരമായ മനസ്സുകൾക്ക് ചിലപ്പോൾ ചില സംസാരങ്ങൾ വളരെ കൗതുകമാവുകയും അത് ഇഷ്ടകരമായി തോന്നുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് സംസാരത്തിന് ടോൺ മാറി വരികയും അങ്ങനെ വലിയ അബദ്ധങ്ങളിൽ ചെന്നപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരം അത് ഏത് രീതിയിലായിരിക്കണമെന്ന് വളരെ കൃത്യമായി ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആവശ്യത്തിനപ്പുറമുള്ള സംസാരം അപകടമുണ്ടാക്കുമെന്നുള്ള ചിന്താഗതിയുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയുന്നുണ്ടായി, കൊഞ്ചിക്കുഴയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിൽ സംസാരിക്കുന്ന രീതി ഒരിക്കലും ഒരു സ്ത്രീക്കുണ്ടാവില്ല. സംസാരം പല നിലക്കുണ്ട്. ചിലപ്പോൾ സബ്സീവായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ട് അംഗീകരിച്ചിങ്ങനെ പോകുന്ന, ചില ആളുകൾ അഗ്രസീവായിരിക്കും, കൽപ്പനകൾ മാത്രം പറയുന്ന, മറ്റുള്ളവരെ കമാൻഡ് ചെയ്തുകൊണ്ട് അവരെ തൻ്റെ വലുതിൽ നിർത്തുന്നു. ഇതിനപ്പുറം ഒരു അസർട്ടീവായ രീതി, തനിക്ക് പറയാനുള്ള ആശയങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിവും ശേഷിയുള്ള സംസാരമായിരിക്കും. അത് വളരെ കൃത്യവും വ്യക്തവുമായിരിക്കും. ഏതെങ്കിലും നിലക്ക് മറ്റുള്ളവരെ അടക്കി വയ്ക്കുക എന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ മറ്റുള്ള ആളെ തന്റെ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ള ചിന്ത പല നിലക്കാകാം. അത് ചിലപ്പോൾ അഗ്രസീവായ സംസാരങ്ങളിലൂടെയാകാം, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രീഡിപ്പിക്കൽ, പ്രലോഭനങ്ങൾ, ആ നിലക്കുള്ള സംസാരങ്ങളാവാം. ഒരു സ്ത്രീ സമൂഹത്തിൽ അങ്ങനെ ഇടപെടുന്ന സന്ദർഭത്തിൽ
വളരെ കൃത്യമായ അതിർവരമ്പ് ആ സംസാരത്തിലുണ്ടാവേണ്ടത്. ആ സംസാരം വളരെ കൃത്യമായി എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് മറ്റു ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ട എന്നല്ല, അത് പറയുകയും വേണം. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ നിലപാട് തന്റെ സംസാരത്തിലൂടെ പ്രകടമാക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ ചിലപ്പോൾ ഫോണിലൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ആവശ്യങ്ങൾ എന്താണോ അത് പറഞ്ഞ് നിർത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്കിടയിൽ മാനസികമായ ഒരു അടുപ്പം രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അരുതാത്ത പല ബന്ധങ്ങളിലേക്കും ആ മാനസികമായ അടുപ്പം പോയേക്കാം. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസാരം മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടുവാനും അത് ചിലപ്പോൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ തന്നെ വളരെ ദുരന്തങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നാം നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഇവിടെ നമ്മുടെ വീടകങ്ങളിൽ തന്നെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, വീടകങ്ങളിലുള്ള ആളുകൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ അത് വളരെ കൃത്യവും വ്യക്തവും അതോടൊപ്പം തന്നെ സ്നേഹമസൃണവുമായ സംഭാഷണങ്ങളും മറ്റുമാണെങ്കിൽ പുറത്തു നിന്നുള്ള സ്വാധീനങ്ങൾ വളരെ അധികം കുറക്കുവാൻ സാധിക്കും. നമ്മൾ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കേണ്ട ചില സ്ട്രോക്സ് ഉണ്ട്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് ലഭിക്കേണ്ട ചില അപ്രീഷിയേഷൻ ഉണ്ട്. ഓരോ മനുഷ്യരും, എല്ലാ മനുഷ്യരും തനിക്ക് താൻ ഒരു കാര്യം ചെയ്താൽ താൻ അംഗീകരിക്കപ്പെടണം, പുകഴ്ത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹം മനുഷ്യപ്രകൃതിയുള്ളത്. അനാവശ്യമായ പ്രശംസയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് ലഭിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന്, അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയിൽ നിന്ന്, മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് അത് വേണ്ടത്ര ലഭിക്കാതെ വരുന്ന സന്ദർഭത്തിൽ പുറത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു സംസാരം അത് ആകർഷണീയമായി തോന്നുകയും പിന്നീട് അത് അപകടങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലവ് ലാംഗ്വേജ് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ ഓരോ ആളുകളോടും ഏത് രീതിയിൽ സംസാരിക്കണമെന്ന് നാം തിരിച്ചറിയണം. ചില സന്ദർഭത്തിൽ വളരെയധികം അട്ടഹസിച്ച് ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. വളരെ ചെറിയ കാര്യങ്ങളുണ്ടാവും, എങ്കിൽ കൂടി എല്ലിൽ നടക്കുന്ന അട്ടഹസിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ സംസാരത്തിൽ നേരത്തെ പറഞ്ഞ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ വിമർശിക്കുന്ന ആളുകൾ. ഓരോ പ്രായത്തിനും അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമുക്കറിയാം അവരുടെ രൂപവും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വലിയ ആൾ വരയ്ക്കുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കുകയോ അല്ലെങ്കിൽ വലിയ ആൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയോ അതുപോലെ പ്രവർത്തിക്കുകയില്ല. പക്ഷെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ അപ്രിയേഷൻ ചെയ്യുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൗമാര കാലഘട്ടം എത്തുന്ന സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ ഉപദേശങ്ങളും മാത്രമായും സ്വാഭാവികമായും അവർ മാതാപിതാക്കളിൽ അകലുവാനുള്ള സാധ്യത. അതുകൊണ്ട് സംസാരം വീടകങ്ങൾ ആ രീതിയിലാണെങ്കിൽ സ്വാഭാവികമായും പുറത്ത് ഏത് രീതിയിൽ ഇടപഴകണം എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. വീട്ടിൽ നിന്ന് ലഭിക്കാത്ത ചിലത് പുറത്തു നിന്ന് ലഭിക്കുമ്പോൾ മനുഷ്യർ തെറ്റായ ചിന്തകളിലേക്ക് മറ്റും പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനെ സംബന്ധിച്ചും അവിടെ സംസാരത്തിന് വളരെ കൃത്യമായ ഒരു അതിർവരമ്പ് നിശ്ചയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. അങ്ങനെ ആവുമ്പോൾ ഈ പറഞ്ഞ അപകടങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവാണ് നാം ഉണ്ടാവുന്നത്. അടുത്തതായി ഈ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു സ്ത്രീ പുരുഷൻ ഒറ്റക്കാവുന്ന ഒരു ഘട്ടം ഉണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീയും പുരുഷനും ഒരിടത്ത് ഒറ്റക്കാവുക. അവിടെ മൂന്നാമതായി പിശാച് ആഗതമാകും. നമ്മൾ ആലോചിച്ചു യാത്ര, ചില സന്ദർഭത്തിൽ യാത്രയും മറ്റും ഒക്കെ അങ്ങനെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അത് ഒഴിവാക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ആയിപ്പോയി എന്ന ചിന്താഗതിയല്ല, മറിച്ച് അത് മാറി നിൽക്കുവാൻ സാധിക്കണം. പലതരത്തിലുള്ള തെറ്റായ ധാരണകൾ ചില സന്ദർഭത്തിൽ ഇവർ തമ്മിൽ ഒരു നിരക്കുമുള്ള ഒരു ബന്ധവും ഉണ്ടാകില്ല. പക്ഷെ കാണുന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തുവാൻ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായ ആക്ഷേപിക്കപ്പെടലുകളും മറ്റൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണത്. എന്തെങ്കിലും ചെറിയ അവസരം ലഭിക്കുന്ന സന്ദർഭത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നമുക്ക് വലിയ പ്രാവീണ്യം മലയാളികൾക്കുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അത് ഒരു അവസരമായി മുതലെടുക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായി അത് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ യാത്രകൾ
ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത്, സ്ത്രീ പുരുഷന്മാർ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതൊന്നും അത്ര ഗൗരവമായ ഒരു തെറ്റായി കാണില്ല. ബൈക്കിൽ ഒന്നിച്ചു പോകുന്നു, തോളിൽ കൈയിട്ട് ഒന്നിച്ച് നിൽക്കുന്നു, കോളേജുകളിലും മറ്റും ആഘോഷങ്ങളിൽ ഒന്നിച്ച് തുള്ളിച്ചാടുന്നു, ആടി തിമർക്കുന്നു. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ തന്നെ തന്റെ നിലപാട്, തന്റെ സംസ്കാരം എന്താണ് എന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കണം. ചില ഘട്ടത്തിൽ കോളേജുകളിലും മറ്റൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർട്ട് ഫെസ്റ്റിവലും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ സംഘാടകരായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അവർക്കൊരു അരോചകം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയുണ്ടാക്കുവാനുള്ള സാധ്യത. ഇവിടെയൊക്കെ തന്നെ തന്റെ സംസ്കാരം എന്താണ് എന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറി നിൽക്കുവാൻ വലിയ പ്രയാസമുണ്ടാകുന്നില്ല. അതിന് വേണ്ട നന്മകൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പരിപൂർണമായും സഹകരിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം മേഖലകളിൽ നിന്ന് മാറി നിൽക്കുവാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള സമ്പർക്കപരമായ കാര്യത്തിൽ ഒരിക്കലും ഇടപെടുന്ന ഒരു സമീപനം ഉണ്ടാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ കൃത്യമായി ആയിഷ അവർക്ക് പറഞ്ഞ ഒരു സംഭവം, പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും അന്യ സ്ത്രീയുമായി മുസാഫറ നടത്തുന്ന അല്ലെങ്കിൽ കൈ കൊടുക്കുന്ന, അവരെ സ്പർശിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. പ്രവാചകനെ സംരക്ഷിക്കുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട്. പ്രവാചകനുമായി മതപരമായ കാര്യങ്ങൾ, മതപരമായ ഫത്വകൾ ചോദിച്ചന്വേഷിക്കാൻ വരുന്ന സഹോദരിമാർ, അവരുമായി പ്രവാചകൻ ഒരിക്കൽ പോലും ഒരു സ്പർശനം നടത്തുന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുവാൻ അത്തരം സമൂഹത്തിൽ വളരെ സജീവമായി ഇടപെടുന്ന ആളുകൾക്ക് സാധിക്കേണ്ടത്. അങ്ങനെ നല്ല ഒരു ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമത്തിൽ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിക്കണമെന്ന് എല്ലാവരെയും നാം സമൂഹത്തിൽ വിവിധങ്ങളായ മേഖലകളിൽ ഇടപെടുന്ന സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരു പ്രകൃതം ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. വിശ്വാസികളോടായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തകുൽ കിമ്മ, നിങ്ങൾ ദിമുഖമുള്ള ആളുകളാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുകയുണ്ടായി. ആളുകളുടെ കൂട്ടത്തിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ അവരെന്താണ് ചെയ്യുന്നത് അതിൽ ഇടപെടുകയും ജീവിക്കുന്ന ആളുകൾ. ആളുകൾ നന്മ ചെയ്യുമ്പോൾ അവർ നന്മ ചെയ്യും. ആളുകൾ തിന്മയാണോ ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ അവർ തിന്മയും ചെയ്യും. എന്നാൽ മറ്റൊരു കൂട്ടരുടെ ഇടയിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ അവർക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സമീപനം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ആയിത്തീരരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസ ആചാര സംസ്കാരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി വ്യതിരിക്തമായിരുന്നു. ആ വ്യതിരിക്തത മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത്. പലപ്പോഴും ചില സന്ദർഭങ്ങളിലെങ്കിലും അത്തരത്തിൽ നമ്മുടെ സംസ്കാരം അത് വളരെ കൃത്യമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകളെങ്കിലും അതിനെ വിമർശിച്ചേക്കാം. അത്തരം വിമർശിക്കുന്ന ആളുകൾ തന്നെ ജനാധിപത്യത്തെ കുറിച്ച് അല്ലെങ്കിൽ മതേതരത്വത്തെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്ന ആളുകളുമായി അവിടെ നാം അത്തരം ആളുകളെ ബോധ്യപ്പെടുത്തരുത്. എന്റെ വിശ്വാസം, എന്റെ ആചാരം, എന്റെ സംസ്കാരം അത് വ്യക്തിപരമായ ഞാനുമായി ബന്ധപ്പെട്ടതാണ്. എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള അവകാശം ഈ രാജ്യം അതിന്റെ നിയമം നൽകുന്നതാണ്. അവിടെ നിങ്ങൾ ഒരിക്കലും അതിനെ അരോചകമായി കാണേണ്ടതില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആശയം എല്ലാവരും അംഗീകരിക്കുക, ഒരാളുടെ അഭിപ്രായം എല്ലാവരും സ്വീകരിക്കുക എന്നല്ല, മറിച്ച് ഓരോരുത്തർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതു നന്മക്കായി പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം, അതിന്റെ തനരൂപം അത് ഏത് സന്ദർഭത്തിലായാലും കാത്തു സൂക്ഷിക്കുവാൻ വിശ്വാസ ആചാര അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങൾക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രദ്ധ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൽ സജീവമാകുവാനുള്ള സാധ്യതയുണ്ട്. ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഒക്കെ തന്നെ അവിടെ പരസ്പരം കളവ് പറഞ്ഞ്
അല്ലെങ്കിൽ മറ്റു ആളുകളെ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ഇതര സ്ഥാനാർത്ഥികളുടെ ന്യൂനതകൾ വെളിപ്പെടുത്തുന്ന, അയാളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടാവരുത്. ആളുകളുടെ വ്യക്തിത്വം, അത് ഏത് വ്യക്തിയായാലും അതിനെ ആദരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം ഉൾക്കൊള്ളുന്ന ആശയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്ത, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, അദ്ദേഹത്തിന് അഭിമാനമുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ആശയങ്ങൾ കൈമാറുന്ന സന്ദർഭത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ ആശയങ്ങൾ കൈമാറാനുള്ള സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അവിടെ തന്നെ അത്തരത്തിലുള്ള ആശയങ്ങൾ കൈമാറുമ്പോൾ ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുന്ന സന്ദർഭത്തിൽ അത് ജെന്യൂൻ ആണോ എന്ന് അന്വേഷിച്ചതിന് മാത്രമായിരിക്കണം നമ്മൾ അത്തരം ഫോർവേഡുകൾ നിർവഹിക്കുന്നത്. നമ്മുടെ സംസ്കാരം അവിടെയൊക്കെ തന്നെ വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം ഉൾക്കൊള്ളുന്ന അതിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, അതിന്റെ സംസ്കാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളൊന്നും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നാം അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ നമ്മിൽ നിന്ന് വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും മറ്റും നൽകി اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.